ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തൊരു സിനിമയെക്കുറിച്ചാണ്. കൊട്ടാരം വീട്ടിലെ അപ്പുട്ടൻ. ഈ സിനിമയെക്കുറിച്ച് ഇൻട്രൊഡക്ഷൻ പറയുക പറഞ്ഞാൽ തന്നെ വിഡ്ഢിത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഈ സിനിമകൾ അറിയാം. സിനിമ അറിയാത്തവർക്ക് പോലും ഇതിലെ പാട്ടുകൾ എന്തായാലും അറിയാം. ആവണിപ്പൊന്നുഞ്ഞാൽ, എൻ്റെ മൗനരാഗം എന്ന് നീ അറിഞ്ഞു, അമ്പോറ്റി ചെമ്പോത്ത്, അങ്ങനെ ഒരുപടി സുന്ദരമായ ഗാനങ്ങൾ ഈ പടത്തിലുണ്ട്. ബേണി ഇഗ്നേഷ്യസ് ആണ് ഈ സോങ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ പടത്തിലെ. കിട്ടിലെ മ്യൂസിക്കാണ് ഈ പടത്തിൻ്റെ. പിന്നെ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് രാജസേനനാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജയറാം, കലാഭവൻ, ജഗദീഷ് ശ്രീകുമാർ, നരേന്ദ്രപ്രസാദ്, രാജൻ പിദേവ്, മാമുക്കോയ, ഇന്ദ്രൻസ്, ബോബി കൊട്ടാരക്കര, സുധീഷ്. പിന്നെ ഇതിലെ നായിക എന്ന് പറയുന്നത് കന്നഡ ആക്ട്രസ്സാണ്. അവരെ അങ്ങനെ മലയാളത്തിലധികം കണ്ടിട്ടില്ല. ശ്രുതി എന്നാണ് അവരുടെ പേര്. ഈ സിനിമയെക്കുറിച്ച് ഞാൻ അധികം ഇതിവൃത്തായി പറയണില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ സ്റ്റോറി ആയിരിക്കും. എന്നാലും ഇതിൽ ചില മൊമെൻറ്റ്സിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ സിനിമയിൽ ഒരു ഹോസ്പിറ്റലിൽ പോണ ഒരു സീനാണെങ്കിൽ ശരി, മെഡിക്കൽ കോളേജിൽ അമ്പിളിയെ കാണാൻ പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. അവിടുന്ന് കാട്ടിക്കൊടുന്ന കുറച്ച് കോമഡികളൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഈ സിനിമയിലെ ജയറാമേട്ടൻ്റെ ലുക്കും ശരി, അങ്ങേരുടെ ആ പെർഫോമൻസും ഒക്കെ വേറെ ലെവലാണ്. കൂടെ തന്നെ ഈ സിനിമയിൽ നമ്മുടെ ഒരു ക്ലീഷേ ബ്രേക്കിംഗ് ആയിട്ടൊരു മൊമെൻ്റ് ഉണ്ട്. വല്ലാത്തൊരു മൊമെൻ്റാണത്. അതായത് ഈ സീൻ, കാരണം ഈ സീനിൽ സാധാരണ ഈ ഒരു ഫൈറ്റ് സീൻ നായകന്മാരൊക്കെ ഇങ്ങനെ ചാടി ചവിട്ടാൻ ഇതുപോലെ ഒരു ആളുടെ കൈയൊക്കെ പിടിച്ച് ഓടിച്ചെന്ന് ഒരൊറ്റ ചവിട്ടിനെ വില്ലനെ തെറിപ്പിക്കുന്നൊരു സീനാണ്. പക്ഷെ ഇവിടെ പെരും സീനാണത്. കാരണം ഓടിച്ചെന്നിട്ട് ചവിട്ടിനോടത്ത് കാല് തന്നെ വീണം എന്തായിരിക്കും അവസ്ഥ? ആ സിറ്റുവേഷൻ ആകെ ബ്രേക്ക് ആവുന്നൊരു രംഗം. കാരണം ഇത് എപ്പോഴും ഒരു മാസ് സീക്വൻസായി വരുന്നത് വൺ കോമഡി ആക്കിയിട്ടാണ് രാജസേനൻ ചെയ്തിരിക്കുന്നത്. ജയറാം രാജസേനൻ ടീമിൻ്റെ ഒരു ബെസ്റ്റ് വർക്കുകളിൽ ഒന്നാണ് ഈ സിനിമ. സംഭവം കുറച്ച് ടോക്സിക് സ്റ്റോറിയാണ് ഇപ്പോൾ നോക്കുമ്പോൾ. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമ ആ കാലഘട്ടത്തിൽ നല്ലൊരു വിജയമായിരുന്നു. പിന്നെ ഇപ്പോഴും കണ്ടിരിക്കാൻ നല്ല രസമുള്ള കുറേ മൊമെൻറ്റ്സ് ഉള്ളൊരു സിനിമയാണിത്. നിങ്ങൾ എത്ര പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കുന്നില്ല, കാരണം ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ട സിനിമയായിരിക്കുമല്ലോ ഇത്. ഇതിനെപ്പറ്റി അധികം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ആദ്യം തന്നെ പറയാൻ കാരണം അതാ. ഈ സിനിമയുടെ ക്ലൈമാക്സ് എത്തുമ്പോൾ നല്ല ഫീൽ തോന്നും നമുക്ക്. കാരണം അത് കഥ വളരെ ടോക്സിക് ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ ആ സിറ്റുവേഷനും അതൊക്കെ പാടായിട്ട് വരുമ്പോൾ നല്ല രസമാണ് പടം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. ഇനി ഇതുപോലുള്ള സിനിമാ സജഷൻസിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.